മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. മേട്ടുപാളയം ഒട്ടൻതുറൈ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന പി സെൽവകുമാറാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇക്കഴിഞ്ഞ മാർച്ച് 14 രാത്രിയിലാണ് മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിൽ എം മാടസ്വാമിയെ പ്രതി ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ പ്രതി മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. മേട്ടുപ്പാളയം പോലീസിന്റെ സഹകരണത്തോടെയാണ് മൂന്നാർ പോലീസ് 52-കാരനായ പ്രതിയെ പിടികൂടിയത്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തമിഴ്നാട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 60ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള സ്ഥിരം മോഷണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു വരുന്ന ആളാണ് സെൽവകുമാർ. അവിടുത്തെ വിവിധ ജില്ലകളിലായിട്ട് കേസുണ്ട്. കന്യാകുമാരി, ദിണ്ടുകൽ, ചെങ്കൽപ്പെട്ട്, തേനി, മധുര, സത്യമംഗലം മുതലായ വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് സെൽവകുമാർ. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അന്ന് തന്നെ ഇയാൾ കോളനിയിലെ ചില വീടുകളിലും അമ്പലത്തിന് സമീപമുള്ള വീടുകളിലും മോഷണം നടത്തിയിരുന്നു. SHO രാജൻ കെ അരമന, SI അജേഷ് കെ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.